പൗലോസ് സ്ലീഹ തിമോഥെയോസിനോട് പറയുന്നത് നിന്നിൽ ലഭിച്ച കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. എല്ലാവർക്കും ദാനം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാരും ജ്വലിപ്പിച്ചിട്ടില്ല. ജ്വലിപ്പിക്കുന്ന അനുസരിച്ച് ഇത് നിന്റെ ഉള്ളിൽ ജ്വലിക്കും. എങ്ങനെയാ ഇതിനെ ജ്വലിപ്പിക്കുന്നത്? ചെറിയ കനല് തീ വിരിച്ചിട്ട് ചാരം മൂടി കിടക്കുന്ന ഒരു കനലിന്റെ മേളിലേക്ക് ഒരു കുഴൽ വെച്ച് 2 ഊതുമ്പോഴത്തേക്കും ചാരം അങ്ങോട്ട് മാറിയിട്ട് നല്ല തീ പിടിക്കാൻ തുടങ്ങും. നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെ ഊതുന്തോറും അത് ആളിക്കത്താൻ തുടങ്ങും. ആ ചെറിയ കനല് വലിയ തീക്കുണ്ഡമായി മാറുകയാണ്. എന്നാ സംഭവിച്ചത്? വാഞ്ചയോടെ ഒരുവൻ അതിന്റെ പുറകിൽ നിന്ന് അതിലേക്ക് കണ്ണ് നട്ട് അതിലേക്ക് തന്റെ മുഴുവൻ ആരോഗ്യം ഉപയോഗിച്ച് ഊതി ഊതി അതിനെ കത്തിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വന്ന കൃപാവരത്തെ നിങ്ങൾ അറിയുമ്പോൾ അതിനുവേണ്ടി ഒരു പരിധിയില്ലാത്ത വാഞ്ച ഉള്ളിൽ വരുമ്പോ, എന്റെ ദൈവമേ എന്നെ വിനിയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു, എന്റെ കണ്ണിനെ, എന്റെ കൈയെ, എന്റെ ചിന്തകളെ, എന്റെ ഓർമ്മകളെ സമർപ്പിക്കുന്നു. അശുദ്ധമായതിലേക്ക് കൈനീട്ടാതെ വിശുദ്ധമായതിലേക്ക് കൈനീട്ടാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞ് ഞാൻ സ്തുതിക്കുമ്പോ, ഞാൻ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോ നമ്മളറിയാതെ നമ്മളിൽ വന്ന കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങും. നമ്മളിൽ വന്ന കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ.